പോണ്ടിച്ചേരിയിലെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ചൂട് കട്ടൻ ചായയും കുടിച്ച് മോർണിംഗ് വൈബും ആസ്വദിച്ച് ഒരാൾ അങ്ങനെ ഇരിക്കുവാണേ. നല്ല റോഡ് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. എന്നിരുന്നാലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഇവിടെ. നമ്മുടെ വാളമുളിയില്ലേ, അതിന്റെ മരമാണ് ഈ ഗാർഡന്റെ ഒത്ത നടുക്കായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. 10 മണിക്കാണ് ഇവിടുത്തെ ചെക്ക്ഔട്ട് ടൈം. എന്നിരുന്നാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. സോ ഞങ്ങൾ റെഡി ആയിട്ട് വരാം. ഇതേ ഒരാൾ കുളിച്ച് കുട്ടപ്പനായിട്ട് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പൊ അവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ ഈ ബാക്ക് യാർഡ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കാരണം രാത്രിയത്തെ വീഡിയോയിൽ എത്ര ഭംഗിയായിട്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. സോ ഇവിടെ കണ്ടോ, നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. കൂടാതെ കുഞ്ഞു വെജിറ്റബിൾ ഗാർഡനും മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ കുറെ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മാവ ആണെങ്കിലും അത്യാവശ്യം മാങ്ങയൊക്കെ അതിനകത്ത് പിടിച്ചു കിടപ്പുണ്ട് കേട്ടോ, നല്ല പച്ച മാങ്ങ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആണേ. ഈ സ്റ്റേയുടെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ അല്ലെ, ഞാൻ പറഞ്ഞു തരാം. 1800 രൂപ പ്ലസ് GST കൂടെ ചേർത്തിട്ട് 2016 രൂപയാണ് ഞങ്ങൾക്കായത്. നല്ല ചൂട് സമയത്ത് AC ഇല്ലാത്തതിന്റെ ഒരു കുഞ്ഞു ബുദ്ധിമുട്ട് നമുക്ക് ചില സമയത്ത് അനുഭവപ്പെടും. അതൊഴിച്ചാൽ ബാക്കി എല്ലാ സർവീസും നല്ലതാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് കാണണ്ടേ, നോക്കാം. ഇഡ്ഡലി ഉണ്ട്, ഉപ്പുമാവുണ്ട്, ചൂട് പരിപ്പോട ഉണ്ട്, തക്കാളി ചമ്മന്തി, പിന്നെ സാമ്പാർ. കൂടാതെ ചൂട് പാൽ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കോഫിയോ ടീയോ ഒക്കെ നമുക്കത് പ്രിപ്പയർ ചെയ്ത് കുടിക്കാം. അങ്ങനെയുണ്ട്. നല്ല ഹോംലി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ നല്ലപോലെ കഴിച്ചു. ഇനി ചെക്കൗട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഓറോവില് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. എന്ത് രസമുള്ള വഴിയാണല്ലേ, നിങ്ങൾ നോക്കിക്കേ. ചുറ്റിലും കുറെ മരങ്ങൾ മാത്രം, വേറെ വണ്ടികളൊന്നും തന്നെ ഇല്ല. കുറച്ചു ദൂരം ഇങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഞങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഒരു ചേട്ടനെ നമ്മൾ വഴിയിൽ കണ്ടു. ആളാണ് പറഞ്ഞത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓറോവില്ലിന്റെ ബാക്ക് സൈഡിലാണ്. സോ നമുക്ക് കറക്റ്റായിട്ട് എത്തണമെങ്കിൽ ഓറോവിൽ പാർക്കിംഗ് എന്ന് ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റി, നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. സോ ഫൈനലി നമ്മൾ ഓറോവിൽ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. 150 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാവകാശം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോവാം. ഇപ്പം സമയം 9:45 കുറച്ച് ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് നടന്നു വേണം അകത്തേക്ക് പോകാനായിട്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ 2 സൈഡും നിറച്ച് മരങ്ങളാണ്. പിന്നെ നല്ല കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം. നല്ലൊരു പ്രത്യേക ഒരു ഫീലിൽ ഇങ്ങനെ നമുക്ക് നടന്നു പോവാം. ഈ ഓറോവില്ല് എന്ന് പറയുന്നത് സാധാരണ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം. ഓറോവില്ല് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ബേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ടൗൺഷിപ്പാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ, അവര് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് വളരെ ഐക്യത്തോടുകൂടി ഒരു പർട്ടിക്കുലർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നു. അത് ലോകത്തിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതശൈലി, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിതശൈലി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതശൈലി, ആത്മീയമായിട്ട് ഗ്രോ ചെയ്യാനുള്ള രീതി, അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അരബിന്ദോ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് 1968 മിറ അൽഫാസ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് ഫോം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടന്നിപ്പോ ഓറോവിൽ വിസിറ്റേഴ്സ് സെന്ററിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതേ കണ്ടോ, വെൽക്കം എന്നുള്ള ആ ഒരു വാക്കിനെ 14 ലാംഗ്വേജസിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ.
ഓക്കെ, നമ്മൾ ഉള്ളിൽ കയറുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു സൈറ്റ് മാപ്പ് വെച്ചിട്ടുണ്ട്, ഇതിന്റെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് പോകേണ്ടത് ഈ ഇൻഫർമേഷൻ സെന്ററിന്റെ ഉള്ളിലേക്കാണ്. മാതൃമന്ദിർ വ്യൂ പോയിന്റിന്റെ പാസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ ഫുൾ അവരുടെ ഡീറ്റെയിൽസ് ആണ്, എന്ന് വെച്ചാൽ അവരുടെ വിഷൻ എന്താണ്, അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, അവരുടെ പോളിസീസ് എന്താണ്, അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ നിന്ന് വായിച്ചിട്ടൊക്കെ പതിയെ പോവാം. നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, പോണ്ടിച്ചേരി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ ഗ്ലോബ് പോലത്തുള്ള ഒരു സ്ട്രക്ചർ ഇല്ലേ, അതാണ് മാതൃമന്ദിർ. അത് ഓറോവില്ലിന്റെ ആത്മാവെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപവും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 1971 പണി തുടങ്ങിയ ഈ ഒരു മന്ദിർ എന്ന് പറയുന്നത് 37 വർഷം എടുത്തു പണി തീരാനായിട്ട്. ഇവിടെ വേറെ പല ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. പോട്ടറി, പിന്നെ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഓരോ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ. പോട്ടറി ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ സൺഡേ ആയതുകൊണ്ട് അതൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബേർഡ് പാർക്ക് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിന് പെർ ഹെഡ് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു വണ്ടിയിൽ അവർ നമ്മളെ കൊണ്ട് അവിടെ പോകും, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഈ മാതൃമന്ദിർ വ്യൂ പോയിന്റിന്റെ അവിടെ ഇറക്കും. അപ്പോൾ അതാണ് ആ ഒരു പാക്കേജ് അവർ പറയുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തു, അപ്പം തന്നെ അവിടെ വണ്ടി ഉണ്ടായിരുന്നേ. സോ ഞങ്ങളും കൂടെ കയറാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തു. എനിക്കും കേശുട്ടനും ഫ്രണ്ടിൽ തന്നെ സീറ്റ് തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഡബിൾ ഹാപ്പിയായി. ഇവരുടെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് ഈ ബേർഡ് പാർക്ക് ഏതെങ്കിലും കാടിന്റെ നടുക്കായിരിക്കും, അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഡ്രൈവ് ആയിരിക്കും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിന്നത്. പിന്നെ പോകെയാണ് നമുക്ക് മനസ്സിലായത് കാട്ടിലേക്കൊന്നുമല്ല, കറക്റ്റ് നല്ല ഹൈവേ റോഡിലൂടെയാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന്. റോഡ് സൈഡിലാണ് ലേ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബേർഡ് പാർക്ക് ഉള്ളത്. ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയെങ്കിലും കേശൂട്ടന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ, അത് മതി. നമ്മളെ ഇറക്കിയിട്ട് വണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്യുവേ. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കുഞ്ഞ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് വെള്ളയെലി, പിന്നെ ഗിനിപ്പന്നി, പിന്നെ കുറച്ച് വെറൈറ്റീസ് ഓഫ് കോഴികൾ, പിന്നെ എന്താ പറയുക, കുഞ്ഞു മുള്ളംപന്നിയുടെ ചെറിയൊരു മുള്ളംപന്നി, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്. അതിനെപ്പറ്റി അവർ നമുക്ക് പറഞ്ഞു തരും. ഈ സംരംഭത്തിന്റെ ഫൗണ്ടറിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടേക്കാണേ. അവിടെ കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് കണ്ടു ഒരു കുഞ്ഞു കുളം. അത് അവർ ഉണ്ടാക്കിയ ഒരു ടെമ്പററി കുളമാണ്. അതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഈ കലങ്ങിയ വെള്ളത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ബേർഡ്സിന് ഫീഡ് ചെയ്യാനുള്ളിൽ കയറുന്നതിന് മുന്നായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ, കുറച്ച് ബേർഡ്സിനെ ഇങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട്. ഒരാൾ വന്ന് നമുക്ക് ബേർഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. കൂടാതെ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബേർഡ്സിനെ ഫീഡ് ചെയ്യേണ്ടത്, അവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കോമൺ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് അലോ ചെയ്യുള്ളൂ. അകത്ത് പോയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത്. പ്രാവും പാരക്കീറ്റും അങ്ങനത്തെ കുറേ ടൈപ്പ് ബേർഡ്സ് അവിടെ ഉണ്ട്. കേശൂട്ടന് ആദ്യം ഒരു ചെറിയ ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പതിയെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതുമായിട്ട് കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്യിച്ച് മറ്റുള്ളവർ അതിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. അങ്ങനത്തെ നമ്മുടെ കേശൂട്ടന് അവൻ്റെ കുഞ്ഞി കയ്യിൽ ആ പക്ഷികൾക്ക് കൊടുക്കാനുള്ള തീറ്റയും പിടിച്ച് അങ്ങനെ നിൽക്കുവാണേ. എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും പക്ഷികൾക്ക് ഈ തീറ്റയൊന്നും കണ്ടിട്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. എന്തേ വിച്ചുവിൻ്റെ തലയിലാണ് ആദ്യത്തെ പക്ഷി ഒന്നിരിക്കുന്നത്. കേശൂട്ടന് ഹൈറ്റ് കുറവായോണ്ടോണോ ഒന്നും അറിയത്തില്ല, പക്ഷികളൊന്നും അത്ര അങ്ങോട്ട് അറ്റൻഷൻ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ താഴെ ഇരുന്ന ഒരു പക്ഷിക്ക് അവനെ കൊണ്ട് ഫീഡ് കൊടുപ്പിച്ചു. തിനയും സൺഫ്ലവർ സീഡൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീറ്റയാണ് അവർ നമ്മുടെ കയ്യിൽ തരുന്നത് ഫീഡ് ചെയ്യാനായിട്ട്. കേശുവിന്റെ കുറെ നേരത്തെ എഫേർട്ട് കണ്ടിട്ടായിരിക്കും കേട്ടോ. ഒരു പെങ്കൊച്ച്, അവളുടെ കയ്യിൽ 2 ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നിനെ കേശുവിന്റെ കയ്യിലേക്ക് പതിയെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ആ
ബേർഡ് ഇങ്ങനെ അവൻ്റെ കയ്യിൽ കയറുന്ന ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ പെട്ടെന്ന് അവനൊന്ന് ഇങ്ങനെ ഒന്ന് പതറിയ പോലെ എനിക്ക് തോന്നി. പക്ഷെ ആ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ അവൻ ഭയങ്കര ഹാപ്പിയായി. കണ്ടോ, ഈ പക്ഷികളുടെ കൂടാണ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കേശുവിന് അവിടെ നിന്ന് വരണ്ട, അവൻ ഫുള്ളി ഇൻവോൾവ് ആയി അവിടെ. പക്ഷെ എനിക്കാണെങ്കിലുണ്ടല്ലോ, ഇതിന് ഫീഡ് ചെയ്യുന്നതും നോക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ദേഹത്ത് ഈ പക്ഷികൾ വരുന്നത് എന്തോ എനിക്കൊരു ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. ഇത് വല്ലാത്ത ഫീലാണ്, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരിക്കലും കേശുവിന് അങ്ങനെ ഒരു കാര്യത്തിനോടും ഒരു ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അല്ല ഞാൻ പറയുന്നത്, എന്ത് കാര്യമാണെങ്കിലും കുട്ടികൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാകും. അത് നമ്മൾ പാരൻസ് വേണം നോർമലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടാവും എന്ത് കാര്യം ചെയ്യാനും. നെക്സ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരു ഫെൻസിങ്ങിൻ്റെ ഉള്ളിലായിട്ട് 2 കുതിര ഇട്ടിട്ടുണ്ട്. അവരിങ്ങനെ ഓടുന്നതും ചാടുന്നതൊക്കെ കണ്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഗൂസ് അല്ലെങ്കിൽ വാത്ത എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പക്ഷിയാണിത്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഗീസിനെ പറയുന്നത് ഗാഗിൾ എന്നാണ്. പിന്നെ ഇവരൊരു മോണോഗാമസ് ആയിട്ടുള്ള അനിമൽസ് ആണ്. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദി ഇയർ അവർക്ക് ഒരേ ഒരു പാർട്ട്ണറേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് പശുക്കുട്ടികളുണ്ട്, റാബിറ്റ്സ് ഉണ്ട്, കുറച്ച് ആട്ടിൻ കുട്ടികളുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി കയറി തിരിച്ച് മാതൃമന്ദിർ വ്യൂ പോയിന്റിലായിരിക്കും നമ്മൾ അവരെ ഇറക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ബേർഡ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോവാം. അതിന് 150 രൂപ പെർ പേഴ്സണേ ചാർജ് വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോൾ എടുത്ത ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ഒരാൾക്ക്. അതിനുള്ള ഒരു സംഭവമൊന്നും അവിടെ കാണാനായിട്ട് പറ്റിയില്ല സത്യമായിട്ട്. അങ്ങനെ നമ്മൾ മാതൃമന്ദിർ വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് സ്പേസിലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇനിയും നടന്നു വേണം പോകാനായിട്ട്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അല്ലേ. കണ്ടില്ലേ, ഇത് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരുകളിലാണ് ഈ തൂണ് പോലെ സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു എക്കോളജിക്കലി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറലി ഒക്കെ ഉള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ മാതൃമന്ദിർ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സൈറ്റ് അല്ല. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൈലൻസും കോൺസെൻട്രേഷനും ഒക്കെ വേണ്ട ഒരു സ്പിരിച്വൽ എൻവയോൺമെന്റ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പോകണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഗ്രൂപ്പായിട്ടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഫോം ഫില്ല് ചെയ്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. 10 വയസ്സിന് താഴെ ഉള്ളവർക്ക് അതിനകത്ത് എൻട്രി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതിൽ നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ. അത്രയും അതിന് വേണ്ടി വരുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഒരു ടൂറിസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ വ്യൂ പോയിന്റിൽ വന്ന് ഇതെന്താണെന്ന് ജസ്റ്റ് കാണും, തിരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയില്ല മാത്രം നിങ്ങൾ ഇവിടെ വ്യൂ പോയിന്റിൽ വന്നാൽ മതി. ഉള്ളിൽ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം. നിലവിൽ അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കാരണം ബുക്കിംഗ് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് നടന്നിട്ടാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ ഓരോ നാൾ വഴികളും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഓരോ സമയത്തുള്ള ഡീറ്റെയിൽസ് ആണ് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജാൻ 2025 ചെയ്ത ഒരു ഡിസ്ക്രിപ്ഷനാണിത്. അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും വായിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ആ വ്യൂ പോയിന്റിൽ. നമുക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് അവിടെ ഒരു ബസ് സർവീസ് അവൈലബിൾ ആണ്, ഫ്രീ ആണ്. ആ ഒരു സ്ഥലത്തെന്ന് പറയുന്നത് ഫുൾ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഓറോവിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളവർ ഉണ്ടാക്കുന്ന കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല രസമാണ് ഓരോ സാധനങ്ങളും കാണാനാണ്. പക്ഷെ കുറച്ച് വിലയാണ്. എനിക്ക് ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ നമുക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം.
നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൾസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ വന്ന എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മൾ നല്ല നടന്ന് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. വെള്ളമൊക്കെ കരുതുന്നത് നല്ല ഒരു തീരുമാനമായിരിക്കും. പ്രത്യേകിച്ച് ഈ പകൽ സമയമൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഒബ്വിയസ്ലി തമിഴ്നാടിൻ്റെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഈ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണല്ലോ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അത് നമ്മൾ ഏപ്രിൽ മെയ് ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ചൂടായിരിക്കും. അതൊക്കെ കണക്കാക്കി വേണം നിങ്ങൾ ഈ ഇമാതിരി സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കേശൂട്ടൻ ഒരു ഐസ്ക്രീം മേടിച്ചു, മാംഗോ ആണ്. പക്ഷെ ശരിക്കും നല്ല പ്യുവർ മാംഗോയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് വേറൊരു കെമിക്കൽസോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ശരിക്കും നമ്മളൊരു മാംഗോ പൾപ്പ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റ്, ശരിക്കും ഒരു മാങ്ങ കഴിക്കുന്ന പോലെ നല്ലതായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മുടെ ഓറോവിൽ സന്ദർശനത്തിന് ശേഷം വിശന്ന് പൊരിഞ്ഞ് നമ്മൾ മനം മെസ്സിൽ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉഗ്രം തിരക്കാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇന്നലെ നമ്മൾ പോയതുപോലെ തന്നെ നമ്മൾ പേരും എത്ര പേരാണ് വന്നിട്ടുള്ളതെന്ന് നമ്പറും കൊടുത്തിട്ട് ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. തിരക്ക് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. ഇതിന് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് 2 സ്ഥലമാണ്. ലഞ്ചിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ആ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ഇടുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോവും. അങ്ങനെ ഒരു അടിപൊളി നോൺ വെജ് മീൽസും കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.